നമുക്കൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാം. എളുപ്പമാണ്, പെട്ടെന്നുണ്ടാക്കാം. ഈ ചോറും സാമ്പാറും ഒക്കെ വെക്കുന്നതിനൊക്കെ പെട്ടെന്നുണ്ടാക്കാം, സ്പീഡായിട്ട് ചെയ്യാം. നമ്മളൊരു കടായി വെച്ചു, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി വെച്ചു, കുറച്ച് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, ഒരു 3 സ്പൂണ്, ഒരു 2 സ്പൂണ് നെയ്യ് ഇട്ടു. പെട്ടെന്നുള്ള പരിപാടിയാണ്. അത് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ 2 പീസ് പട്ട, കുറച്ച് 4 ഏലക്ക, 4 ഗ്രാമ്പു അതിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഒത്തിരി ഡീപ്പ് റോസ്റ്റ് ഒന്നും വേണ്ട. 2 ബിരിയാണി ഇല അത് വിട്ട് തീ കുറച്ച് മീഡിയം വെക്കണം, ഒത്തിരി തീ വെക്കല്ലേ. അതൊന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണെങ്കിൽ അത് പിന്നെ പുറകെ ഇട്ടാൽ മതി, ഉപ്പ് ഇടണ്ട. അതിൽ സ്പ്ലിറ്റ് ചെയ്ത കാഷ്യൂ, ഒരു കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത കാഷ്യൂ അത് വിട്ട് ഒന്ന് വറുത്ത്, കുറച്ച് ഹോൾ പെപ്പർ, നമ്മുടെ കുരുമുളക് പൊടിയല്ല, ഹോൾ കുരുമുളക് അത് വിട്ടു. അതൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് വിട്ടൊന്ന് മൂപ്പിക്കാം. ഒരു 10 ബീൻസ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത്, ഒരു 4 പച്ചമുളക്. ഈ പച്ചമുളക് ഇത് മാത്രമേ ഉള്ളൂ, ഇനിയും കുരുമുളക് പൊടി ഒന്നും ഇടത്തില്ല. വേണേൽ കുരുമുളക് പൊടി ഇടാം, അത് എരി വേണ്ടെങ്കിൽ ഈ 4 പച്ചമുളക് മതി. ഒരു 2 ചെറിയ ക്യാരറ്റ് അതും ചെറുതായിട്ട് അരിഞ്ഞ് അത് മൂപ്പിച്ച്, 2 ഉരുളക്കിഴങ്ങ് അതും ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് അത് മൂപ്പിച്ച്, ഞാനെല്ലാം ഇച്ചിരി വലിയ കഷ്ണമായിട്ടേക്കിന്, ചെറിയ കഷ്ണമായാലും മതി, പക്ഷേ ഇത് വേഗം കുഴപ്പമില്ല. കുറച്ച് പച്ചപ്പട്ടാണി, ഇത് ഈ ഫ്രോസണല്ല, നമ്മൾ ഈ പട്ടാണി വാങ്ങിച്ച് പൊളിച്ചെടുക്കത്തില്ലേ, അങ്ങനെ എടുത്ത പച്ചപ്പട്ടാണി അത് വിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ച്, കുറച്ച് ഉപ്പ് ഇട്ട്, ഇതൊരു 3 ഗ്ലാസ് അരി, ബസുമതി അരി ഞാൻ കഴുകി അരമണിക്കൂർ കുതിരാൻ വെച്ചതാണ്. നല്ലതായിട്ട് കഴുകി അരമണിക്കൂർ കുതിർത്ത അരി അതും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട്, ഈ അരി എടുത്ത അതേ ഗ്ലാസ്സിന് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിക്കുന്നത്, തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. ഈ കപ്പിനകത്ത് എടുത്ത് ആ കപ്പിന് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കും. നമ്മൾ ബിരിയാണി ആണെങ്കിൽ അത്ര ഒഴിക്കേണ്ട, കുക്കറിലാണെങ്കിലും അത്ര ഒഴിക്കേണ്ട. ബിരിയാണി ആകുമ്പം തൈരും നാരങ്ങ നീരും അതും ഇതൊക്കെ വരും, അപ്പോൾ കുറച്ച് ലിക്വിഡ് ആകും, അത്രയും കൊണ്ടൊഴിക്കേണ്ടത്. ഇത് പാത്രത്തിലായതുകൊണ്ട് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം. കുക്കറിലാണെങ്കിൽ അത്രയും വേണ്ട. ഇതിനിപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് പുതിനയില അതിനകത്തോട്ടിട്ടേക്കുക, ഒരു സ്മെല്ലിന്. തീ കൂട്ടി വെച്ച് തിളയ്ക്കുമ്പോൾ സിമ്മേ വെക്കുക. സിമ്മേ വെച്ചിട്ട് ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി ഇളക്കി അങ്ങനെ സിമ്മേ വെച്ചേക്കുക. ആ വെള്ളം വറ്റി വരുമ്പോൾ നല്ലതായിട്ട് വെന്ത് വരും. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കി, വെള്ളം നല്ല മണമാണ്, സൂപ്പർ മണമാണ്. ആ പച്ചക്കറിയുടെയും നെയ്യുടെയും ഒക്കെ നല്ല മണമാണ്. നല്ലതായിട്ട് വെന്തു, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ചോറ് നല്ലതായിട്ട് വെന്തു. നമ്മൾ കുറച്ച് മല്ലിയില അതിൻ്റെ പുറത്തോട്ട് ആക്ച്വലി സ്പ്രെഡ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്, ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. ആ മല്ലിയില ഇട്ട് ഇച്ചിരി നെയ്യ് ഒരു 2 സൈഡിൽ ഒരു ശകലം ഒരു മണം വരാൻ വേണ്ടി ഇച്ചിരി നെയ്യ് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങ് മൂടി വെക്കുക. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഇങ്ങനെ അങ്ങ് മൂടി വെക്കുക. ആ നെയ്യ് ഉരുകി ആ മല്ലിയിലയൊക്കെ അതിനകത്ത് പിടിച്ച് നല്ലതായിട്ട് വരുന്നുണ്ട്. സൂപ്പറായിട്ട് ചോറ് വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, തുറക്കുമ്പോഴത്തേനും നല്ല സ്മെല്ലുണ്ട്. പെട്ടെന്നാകും. നമുക്ക് ഇതിനെന്തെങ്കിലും സലാഡോ ഉരുളക്കിഴങ്ങ് ചിപ്സോ പപ്പടമോ ഓംലെറ്റോ ഒക്കെ മതി കൂട്ടാൻ, പെട്ടെന്ന് പരിപാടിയാകും. നല്ല റെസിപ്പി.